ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിച്ചതാണ്. അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സൈറ്റ് വഴി അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. 30 മെയ് മുതൽ 28 ജൂൺ വരെ നമുക്ക് അപേക്ഷ അയക്കാം. ഗേൾസിനും ബോയ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അഫ്കാറ്റ് എൻട്രിയിൽ വരുന്ന ഫ്ലൈയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ, പിന്നെ NCC സ്പെഷ്യൽ എൻട്രിയിൽ ഫ്ലൈയിങ് ബ്രാഞ്ചും വന്നിട്ടുണ്ട്. മൊത്തം 304 വാക്കൻസിയിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്നത്. 304 വാക്കൻസി, സെപ്പറേറ്റ് വാക്കൻസിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 24 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. 20 to 24. ജൂലൈ 2, 2001, ജൂലൈ 1, 2005 ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഫ്ലൈയിങ് ബ്രാഞ്ചിൻ്റെ ഏജ് ലിമിറ്റാണ്. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ ആണെങ്കിൽ 20 to 26 ആണ്. 20 മുതൽ 26. ജൂലൈ 2, 99 മുതൽ ജൂലൈ 1, 2005 ഇടയിൽ ജനിച്ചവർക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ സാലറി പാക്കേജ് ഫ്ലൈയിങ് ഓഫീസർ 56,100 നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ബേസിക് പേ. 56,100 മുതൽ 1,77,500 വരെ സാലറി കിട്ടാവുന്ന ഒരു തസ്തികയാണെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് അലവൻസുകൾ കൂടെ വരുന്നുണ്ട്. 56,100 ബേസിക് പേ മുതൽ നിങ്ങൾക്ക് സാലറി കിട്ടും, അലവൻസുകളും കിട്ടും. ഇനി നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് +2 50% സയൻസ് സ്ട്രീം പാസ്സായിരിക്കണം. 50%. പിന്നെ 60% കൂടി ഒരു ഗ്രാജുവേഷനും വേണം. അപ്പോൾ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണെങ്കിൽ +2 സയൻസ് 50% മാർക്കോട് കൂടി പാസ്സാവണം. പിന്നെ BTech ഉണ്ടായിരിക്കണം. BTechഉം 60% മാർക്കോട് കൂടി പാസ്സായാൽ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷ അയക്കാം. ഇനി നോൺ ടെക്നിക്കൽ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ നിങ്ങൾക്കൊരു ബിരുദം ഉണ്ടായാൽ മതി. 60% മാർക്കോട് കൂടി ഒരു ബിരുദം ഉണ്ടായാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നോൺ ടെക്നിക്കൽ ആണെങ്കിൽ +2 ഏത് സ്ട്രീം പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്കൊരു ബിരുദം ഉണ്ടായിരിക്കണം. NCC സ്പെഷ്യൽ എൻട്രി ആണെങ്കിൽ നിങ്ങൾക്കൊരു ബിരുദത്തോടു കൂടി NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡറുമാണെങ്കിൽ ബിരുദം പ്ലസ് NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NCC സ്പെഷ്യൽ എൻട്രിയിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ ആദ്യം റിട്ടൺ എക്സാമാണ്. എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ വരുന്നുണ്ട്. ജനറൽ അവയർനെസ്, വെർബൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സബ്ജക്റ്റുകൾ അങ്ങനെയാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ്, 300 മാർക്കിനാണ് എക്സാം. 2 മണിക്കൂർ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ടൈം കിട്ടും. ആ ഒരു എക്സാം ക്വാളിഫൈ ആയാൽ നിങ്ങൾക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. 1600 മീറ്റർ 10 മിനിറ്റ് കൊണ്ട് ഓടിക്കയറുക. പിന്നെ 10 പുഷപ്പ്, 3 ചിന്നപ്പ് നിങ്ങൾ എടുക്കണം. 1600 മീറ്റർ 10 മിനിറ്റും 10 പുഷപ്പ് 3 ചിന്നപ്പ് എടുത്താൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. അതിനുശേഷം ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും. അങ്ങനെയാണ് സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ്. 550 രൂപ നിങ്ങൾ ഫീസ് അടയണം. 550 + GST 550 രൂപ നിങ്ങൾ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കണം. എല്ലാ കാറ്റഗറിയിലുള്ളവരും 550 അടയ്ക്കണമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻ്റായിട്ട് പറയാം. ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിലും ഒന്ന് താഴെ കമൻ്റായിട്ട് പറയാം, നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾ അപേക്ഷ അയയ്ക്കുക. ഈ ഒരു ക്വാളിഫിക്കേഷനും ഏജിൻ്റെ ഉള്ളിൽ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ അയയ്ക്കുക. നല്ലൊരു അവസരമാണ്. എയർഫോഴ്സിലേക്ക് ഒരു ഓഫീസർ എൻട്രി, നല്ല സാലറി പാക്കേജോട് കൂടി ഒരു യൂണിഫോം ജോലിയാണ്. അപ്പോൾ എന്തായാലും അപേക്ഷ അയയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒരുപാട് യൂണിഫോം ജോബിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.